നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി യൂട്യൂബിൽ സൂപ്പർ ഡിഷസ് എന്ന് സെർച്ച് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു അറബിക് റെസിപ്പിയാണ്. ഹുമ്മൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഹുമ്മൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഹുമ്മൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളക്കടല രാത്രി മുഴുവനായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാത്രി മുഴുവനായിട്ട് കുതിർത്തിട്ട് രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. 1 കപ്പ് വെള്ളക്കടല, അതായത് നമ്മൾ ചിക്പി എന്ന് പറയുന്ന ആ കടലയാണ് യൂസ് ചെയ്യുന്നത്, വൈറ്റ് ചിക്പി. ഇനി ഈ ചിക്പി നമുക്ക് വേവിച്ചെടുക്കണം. ഇത് വേവിക്കാനായിട്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ചിക്പി മുങ്ങുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുക. സാധാരണ നമ്മൾ കടല വേവിക്കുന്ന ആ ഒരു വേവിൽ മതി വേവിച്ചെടുക്കാനായിട്ട്. ഒരു 4 വിസിൽ വേവിച്ചെടുക്കുക. ഒരു 4 വിസിലിൽ വേവിച്ചെടുക്കുക. 4 വിസിൽ വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്താൽ മതി. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളക്കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇത് തണിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹുമ്മൂസ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് തൈര് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒലീവ് ഓയിൽ തന്നെ യൂസ് ചെയ്യണം, മറ്റ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് അറബിക് ഡിഷാണ്. അറബിക് ഡിഷിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒലീവ് ഓയിലാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തഹീനി പേസ്റ്റാണ്. തഹീനി പേസ്റ്റിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ റെസിപ്പി നോക്കാം. ഇത് വീട്ടിലുണ്ടാക്കിയ തഹീനി പേസ്റ്റാണ്. വളരെ എളുപ്പമാണ് തഹീനി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് വെളുത്ത എള്ളും ഒലീവ് ഓയിലും മാത്രമാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് തഹീനി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ നോക്കിയാൽ മതി. തഹീനി പേസ്റ്റ് കൂടുതലൊന്നും ചേർക്കേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. നമ്മൾ ഓൾറെഡി ചിക്പി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കുറച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി അതുപോലെ തന്നെ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി കൂടിക്കഴിഞ്ഞാൽ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് വെക്കും. അതുകൊണ്ട് 1 അല്ലി മതി. എൻ്റെ കയ്യിലുള്ള വെളുത്തുള്ളി കുറച്ച് വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കാം. ഞാനിപ്പോൾ 1 മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം മതിയാവും. ലെമൺ ഇതുപോലെ നിങ്ങൾ സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് ലെമണിൻ്റെ കുരു ഇതിലേക്ക് വീഴാതെ നോക്കണം കേട്ടോ. അല്ലെന്ന് വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ഇത് അരഞ്ഞു പോവും. അപ്പോൾ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്പി വേവിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കുറച്ച് ചേർക്കാം. ആദ്യം കടല നല്ലപോലെ അരച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്തിട്ട് വീണ്ടും അരക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്പി നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഹുമ്മൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ലെമണും അതുപോലെ ചിപ്പിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ഈ പ്ലേറ്റ് ചെയ്യേണ്ടത് ഹുമ്മൂസ്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് സെർവ് ചെയ്യുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹുമ്മൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ചിക്പി. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അറബിക് ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്.
താങ്ക്സ് ഫോർ വാച്ചിങ്.